ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയുടെ അവസാനത്തെ ദിവസമാണ് ഇന്നെന്ന് ദേവി തന്നെ അങ്ങ് തീരുമാനിക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ചില ആഗ്രഹങ്ങളങ്ങ് പറയാണ് ആനന്ദിനോട് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്, അത് വായിൽ വെച്ച് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അഭിനയമാണെന്ന് നമ്മുടെ ആനന്ദ് വിചാരിക്കുകയാണ്. എന്നാൽ പിന്നെ ഞാനും അങ്ങ് അഭിനയിച്ചേക്കാമെന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആനന്ദും അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. ദേവിയുടെ ഉള്ളു മുഴുവനും ടെൻഷൻ അടിച്ച് പേടിച്ച് വരച്ച ദേവി ഇരിക്കുന്നത്. അവസാനം ആനന്ദ് എന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവസാന നിമിഷമെങ്കിലും അവൾക്കൊന്ന് സത്യം തുറന്ന് പറയായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം പറയും. എന്നിട്ട് ഇതുവരെ അവൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം ഞാനൊന്ന് അവളോട് ക്ഷമിക്കുമായിരുന്നു, ഇനിയെങ്കിലും അവൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ. ദേവിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അവസാന നിമിഷമെങ്കിലും ആനന്ദ് ഏട്ടനോട് സത്യങ്ങൾ തുറന്ന് പറയാം, അതാ നല്ലത് എന്ന് പറഞ്ഞ് ദേവി എണീറ്റ് ആനന്ദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സത്യം തുറന്ന് പറയാൻ പോവാട്ടോ. ആ സമയത്താണ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു സിസ്റ്റർ വന്ന് പറയുന്നതും അകത്തേക്ക് വിളിക്കുന്നതും. ഡോക്ടർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ആ സമയത്ത് ആണ് ഇവർ വന്നിരിക്കുന്നത്. റിസൾട്ട് എല്ലാം കൊണ്ട് മേശപ്പുറത്ത് വെച്ചേക്കുക. ആനന്ദ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുക്കുക. പെട്ടെന്ന് തന്നെ ആ പേപ്പർ അങ്ങ് താഴോട്ട് പോവാണ് കേട്ടോ. അതെല്ലാം കൂടെ അടുക്കി പറക്കിയൊക്കെ തിരിച്ചു അതേപോലെ ആനന്ദ് വെക്കുന്നുണ്ട്. ആ സമയത്ത് മുന്നിലിരുന്ന ദേവിയുടെ റിസൾട്ട് മാറി ഏറ്റവും അടിയിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ റിസൾട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിലിരുന്നത് നോക്കി പറയുന്നുണ്ട്, എന്തായാലും ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സോറി കേട്ടോ, പ്രഗ്നൻറ്റ് അല്ല, നെഗറ്റീവാണ് വന്നേക്കുന്നത് എന്നിങ്ങനെ പറയണതും ദേവി അന്തം വിട്ട് പോകണുണ്ട് കേട്ടോ. ഈശ്വര, ഇനിയിപ്പം അങ്ങോട്ടുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ആനന്ദ് ഇത് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ വന്നത്, അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും ആനന്ദിന് തോന്നിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താ പറഞ്ഞു തീർന്നില്ല കേട്ടോ. അതിന് മുന്നേ ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ തന്നെ ഒരു തലകറക്കം വരുന്നുണ്ട്. അവിടെ ഇരുന്നും കൊണ്ട് തല കറങ്ങി നേരെ വീഴുന്നത് ആനന്ദിൻ്റെ പുറത്തേക്കാട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവിയെ പിടിച്ച് അവിടെ കിടത്തി പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ. എന്ത് പറ്റി പെട്ടെന്ന് തലകറക്കമൊക്കെ വരാൻ? BP കൂടിയിട്ടാണോ, ടെൻഷൻ കൂടിയിട്ടാണോ, ഇനി പ്രഗ്നൻ്റ് അല്ലാന്ന് അറിഞ്ഞതിൻ്റെ വിഷമം ആദ്യം കയറിയിട്ടാണോ എന്നൊക്കെ ഡോക്ടർ സംശയിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് ദേവി പ്രഗ്നൻ്റ് ആണ് എന്ന് തന്നെയാണ് ഡോക്ടറിന് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ റിസൾട്ട് എന്തുകൊണ്ട് മാറിപ്പോയി? അങ്ങനെ റിസൾട്ട് നോക്കുമ്പോൾ ദേവിയുടേതല്ല വായിച്ചത്, അത് മാറി. അപ്പോഴാണ് ആനന്ദം ചിന്തിക്കുന്നത്, ഞാൻ എടുത്തപ്പോൾ തിരിഞ്ഞും മറിഞ്ഞങ്ങനെ വെച്ചില്ലേ, മാറ്റി വെച്ചായിരുന്നല്ലോ, അങ്ങനെ അടിയിലേക്ക് ആയിപ്പോയതാണെന്ന് അപ്പോഴും മനസ്സിലാക്കണം കേട്ടോ അവർ. അതോടുകൂടി ദേവി ശരിക്കും പ്രഗ്നൻ്റ് ആണെന്ന് പിന്നീട് ഡോക്ടർ പറയുമ്പോൾ ആനന്ദ് വളരെയധികം സന്തോഷത്തിലാവുകയാണ്. അച്ഛനാവാൻ പോകുന്നതിന് സന്തോഷം, പിന്നെ ദേവിയോട് ഒരുപാട് സ്നേഹവും തോന്നുന്നുണ്ട് കേട്ടോ. ദേവിക്കാണെങ്കിലും വല്ലാത്തൊരു ആശ്വാസമായി, തൻ്റെ ജീവിതത്തിലേക്ക് താൻ തിരിച്ചു വന്നതുപോലെ ആയിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം അത്ഭുതമായിപ്പോയി കേട്ടോ ദേവിക്ക് ശരിക്കും പ്രഗ്നൻ്റ് ആയി എന്നുള്ളത്. അങ്ങനെ ഇവിടെ ഉദയഭാനവും ശ്രീകലയും കൂടെ ആ വിഷം അങ്ങോട്ട് തുറന്നു വയ്ക്കുകയാണ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. ദേവി എന്തായാലും ഇന്ന് മരിക്കും, നമുക്ക് ദേവി ഇല്ലാത്ത ലോകത്തേക്ക് ജീവിക്കണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരും കഴിക്കാൻ ഉറപ്പിച്ചു. കാരണം ദേവിയെ പലതവണ എന്തായി എന്നറിയാനായിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. ദേവിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആട്ടോ. അതിപ്പം അവർക്ക് മനസ്സിലായി ഉറപ്പായിട്ടും ദേവിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ കഴിക്കാൻ ആ ലാസ്റ്റ് നിമിഷം ഫോൺ വരുവാണ് കേട്ടോ. കാരണം ഈ സന്തോഷ വാർത്ത വിളിച്ച് പറയാണ് ദേവി ആനന്ദിൻ്റെ ഫോണിൽ തന്നെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ശരിക്കും ഗർഭിണിയാണെന്നുള്ളത്. അങ്ങനെ അവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാണ്. ഈ സമയം ഹണിമൂണിന് പോയ നമ്മുടെ ധർമ്മനെ കാണിക്കുകയാണ്. ധർമ്മനാണെങ്കിൽ കുറച്ച് സമയത്ത് നമ്മുടെ സുകന്യ എവിടെയൊന്നും കാണാത്തതുകൊണ്ട് അന്വേഷണം നടക്കുകയാണല്ലോ. ആ നാട് മുഴുവനും അന്വേഷിച്ചിട്ട് സുകന്യ കണ്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ആ നിന്ന സ്ഥലത്തേക്ക് തിരിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വഴക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ധർമ്മൻ സുകന്യയ്ക്ക്. നീ എന്താ ചെയ്തത്? നിന്നെ ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചല്ലോ, എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് നിനക്ക് പൊക്കൂടെ? അതെന്തിനാ പോണേ? ഞാൻ പോകുന്നത് എൻ്റെ ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എവിടെയെങ്കിലും അങ്ങ് പോട്ടെ എന്ന് ധർമ്മൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ സുകന്യ പറയുന്നുണ്ട്, എന്നാൽ പൊക്കോ, എനിക്കെന്താ, ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോവും, ഇങ്ങനെയൊക്കെ സുകന്യ അങ്ങ് പറയാം. അപ്പോൾ തന്നെ ധർമ്മൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നാൽ പിന്നെ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അത് കാണുമ്പോൾ സുകന്യ ഓടിപ്പോയി കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രമോയിൽ കാണിക്കുക. നാളത്തെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്